ആ ഹലോ, അതെ 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 അങ്ങനെയുള്ള കാര്യങ്ങളാ. അതെ ഫോൺ തന്നെ. ഫോൺ ഫോൺതാ എന്തുവാ കിടന്ന് കാണിക്കുന്നേ? റൂമിൽ കയറിയിരുന്ന ഫോൺ വിളി, പുറത്തിറങ്ങിയപ്പോ ഫോൺ വിളി, സിറ്റ് ഔട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന ഫോൺ വിളി. ലച്ചു, ഞാൻ എന്റെ GM-ന്റെ അടുത്തൊന്ന് സംസാരിച്ചതാ. നാട്ടിൽ വന്നിപ്പോ വല്ലാത്തൊരു സുഖം. അപ്പൊ 1 മാസത്തെ ലീവും കൂടെ തരുമോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതല്ലേ. പൊന്നുമോനെ, നീ 1 മാസം കൂടെ ഇവിടെ നിന്ന് സഹായിക്കല്ലേ. എത്രയും പെട്ടെന്ന് കയറി പോവാൻ പറ്റുമെങ്കിൽ പോവാൻ നോക്ക്. ആളെന്താ ലച്ചു അങ്ങനെ ഒരു ടോക്ക്? എനിക്കേ സംതിങ് ഫിഷി. വാട്ട്? നീ ഒന്ന് ഊതിക്കേ. ലച്ചു, ഞാൻ എന്തിനാ ഊതുന്നേ? ഞാൻ കഴിച്ചിട്ടൊന്നും ഇല്ല. ലച്ചു, നീ പറയുമ്പോ നീ ആരാ, പോലീസാണോ? എന്ത്? അല്ല ചേച്ചി പോലീസ് വേഷത്തിൽ ഇരിക്കുന്ന ആലോചിച്ച് കൊച്ചേ നീ മേടിക്കുവേ. ഊതടാ. ഞാൻ എന്തിനാ ഊതുന്നേ? അമ്മ ബോധം കിട്ടു വിട്ടെ. കല്ലുവേ മിണ്ടാതെ ഇരുന്നോ. ലച്ചു, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കല്ലേ. എന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നത് മര്യാദയ്ക്ക് ഊതിക്കോ. എന്റെ പൊന്നിന്നാ അളിയാ, അളിയ ഞങ്ങളെ കൂട്ടാതെ പോയി പപ്സ് തിന്നല്ലേ? നമ്മുടെ കള്ള എന്നെ കൂട്ടാതെ പപ്സ് തിന്നല്ലേ? ഒന്ന് പോയി തരുമോ 2 എണ്ണം കൂടെ? ടെൻഷൻ ആക്കാറ്. എന്റെ പൊന്നു ലച്ചു, ഞാൻ ഒരു കാര്യം പറയാം. ചുമ്മാ ഇല്ലാത്ത കാര്യം പറഞ്ഞ് വളച്ചൊടിക്കാൻ നിക്കല്ലേ. ഈ പോക്ക് പോവുകയാണെങ്കിലേ നിന്നെ ഞാൻ വളച്ചൊടിക്കും. സത്യം പറ, നീ എന്തിനാണ് കഫേ പോയത്? നീ ഏത് കൂട്ടുകാരനാണ് കണ്ടത്? മാനസിക സമ്മർദ്ദം, പീഡനം, പ്രഷർ ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിട്ടാണ് ദുബായിൽ തന്നെ ഇങ്ങോട്ട് ലീവിന് വിളിച്ചു വരുത്തിയത്. ഈ മാനസിക സമ്മർദ്ദവും പീഡനവും പ്രഷറൊക്കെ തുടങ്ങിയിട്ടില്ലല്ലോ. അതൊക്കെ തുടങ്ങാൻ പോണേലുള്ളൂ. എന്റെ പൊന്നെ, എന്തോ ലച്ചു, എന്തോന്ന് ബഹളം ഇത്? അത് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂലേ? അവൻ വന്നിട്ട് 3 വെള്ളിയാഴ്ചയിലേ ആയോളൂ. അതിന് മുന്നേ അവന് വാഷ് ഔട്ട് ആക്കോ? ഇതിന് വേണ്ടിയാണോ അവൻ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്ന നീ? അമ്മ ഒന്നും മിണ്ടാരി അമ്മായി, ഇവനെ ഞാൻ ശരിയാക്കും. എന്റെ അമ്മായി, സംശയരോഗം ഇവക്ക് ഭയങ്കര സംശയരോഗം. ഞാൻ ഇവളുടെ ബ്യൂട്ടി പാർലറിന്റെ വാതിക്കെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്റെ പഴയ ഒരു സുഹൃത്ത് വണ്ടിക്ക് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. തൊട്ടപ്പുറത്തുള്ള കാഫയിൽ പോയി ചായ കുടിച്ചു. പിന്നെ വീട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇതിനിപ്പോ എന്താ പ്രശ്നം? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, അത്രേ ഉള്ളൂ. കുറച്ചോ? കൊറേ ലേറ്റ് ആയി. തൊട്ടപ്പുറത്ത് ഭാര്യ ഇരിക്കണ്ട്. എന്നെ കൊണ്ട് കാണിച്ചില്ല കൂട്ടുകാരനെ, എന്നിട്ട് ഇത്രയും ദൂരമുള്ള വീട് കാണിക്കാൻ കൊണ്ട് നിൽക്കുന്നു. സിദ്ധുവേ, ലച്ചു പറഞ്ഞൊരു പോയിന്റ് ആണല്ലോ. എന്നാ അമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇവളുടെ ബ്യൂട്ടി പാർലറിനകത്ത് പുട്ടിയൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ എങ്ങനെയാ കൊണ്ട് കാണിക്കുന്ന ഒരാളെ കൊണ്ട്? സിദ്ധു പറഞ്ഞത് പോയിന്റ് അല്ലേ ലച്ചു? പാർവണിയാ, നിന്നെ കൊണ്ടുപോ. പൊള്ളുന്നുണ്ടല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പോയി തരൂ. എനിക്ക് കുറച്ച് സമാധാനം വേണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകും കേട്ടോ. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോയി തരാമേ. അയ്യോ അയ്യോ അയ്യോ, അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ. അത് കുഴപ്പമില്ല, ഞാൻ പോയി തരാം. അല്ല പോയി. എന്ത് ചിരിയിലൊരു കള്ളത്തരം? എന്ത് കള്ളത്തരം? സത്യം പറ സിദ്ധു, നീ നിന്റെ കൂട്ടുകാരനെ കണ്ടപ്പോ ഞാൻ ആ പാർലറിൽ ഇരിക്കുന്ന കാര്യം നീ മറന്നുപോയതല്ലേ? ഇതെന്തൊക്കെയാ ലച്ചു പറയുന്നേ? ഇങ്ങനെയൊക്കെ ഒരാളോട് പറയാൻ പാടുണ്ടോ? ലച്ചു, നീ കല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലേ? എന്റെ പൊന്നെ, ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാണോ പൊന്നെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? എന്നെ കൊല്ല്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം? എന്നെ കൊല്ല്.